വർഷ ഇടയ്ക്ക് തൊണ്ടയ്ക്ക് പ്രോബ്ലം വന്നോ? എന്ത് പറ്റിയത്? ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല, എനിക്ക് ടോട്ടലി സാധാരണ അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എതിരാകും അല്ലേ? കുഴപ്പമില്ല. ബാക്കിയുള്ള ലെവലിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. അബട്ടിക്ക ഫാരിഷ, 2-3 സ്ഥലത്ത് ചെറിയ സ്ലിപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. മലർമൊട്ട്, ആ മലർമൊട്ട് എടുക്കുന്നത് അവിടെ മാത്രം ഒന്ന് പാടൂ. മലർമൊട്ട് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാ പാടുന്നത്? അതുപോലെ അതിന്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഇലാഹായ പുരാനോട് ഇരവും ഖലീലായ. അവിടെ ഒന്ന് പാടും. ഖലീലായ അതാണ് സംഭവം. അതാണ്. പിന്നെ ആട്ടിനെ അറുത്ത്, അവിടെ ലേസം ഞാൻ പറഞ്ഞില്ലേ ശബ്ദത്തിന്റെ പ്രശ്നം, ബാക്കിയെല്ലാം ഓക്കെയാണ്. ശബ്ദത്തിന് വല്ലാതെ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ ഹസ്കിയായി പോകുന്നു, ഇങ്ങനെ കാറ്റ് വരുന്നു കൂടെ ഉണ്ട്. ആ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ. പിന്നെ ഇടയ്ക്കിടെ കുറെ സ്ലിപ്പിങ് താഴെ വരുമ്പം കനകക്കട്ടി അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ ആ ഇലാഹായ പുരാനോട് ഒന്നുകൂടെ പാടിയേ, ഒന്ന് കേൾക്കട്ടെ. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി, ഇരവും പകലും തേടി, ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം, ഖലീലായ ഇബ്രാഹിം. അങ്ങനെയല്ലേ ഉള്ളൂ, ലായ അങ്ങനെ ഉണ്ടോ? അതില് 2-3 ആൾക്കാര് പാടിയതാണ് കേട്ടത്. ആരതാ പഠിക്കേണ്ടെന്നുള്ളൊരു. അല്ല, അത് കുഴപ്പമില്ല. അത് രണ്ടാമത് പാടിയ കുഴപ്പമില്ലായിരുന്നു. ഫുള്ളായിട്ട് അതാ പാടിയേ. ഫസ്റ്റ് പ്ലെയിൻ ആയിട്ട് പാടാമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പായി പോവാ, അത്രേ ഉള്ളൂ കുഴപ്പം. പക്ഷെ ശബ്ദം ഒരു വലിയ പ്രശ്നമാണ്. കാറ്റാണ് ഇടയ്ക്കിടെ വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. വോയിസ് റെസ്റ്റ് ചെയ്തിട്ട് പാടിയാൽ മതി, ശരിയാവും. ഓക്കെ. ഫരിഷ, നല്ല സെലക്ഷൻ. താങ്ക് യു. ബാബുക്കയുടെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാൽ നല്ല പാട്ട്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ തീം മനസ്സിലായില്ലേ ഫാരിഷയ്ക്ക്? എനിക്ക് തോന്നുന്ന ബലി പെരുന്നാളിന്റെ ഒരു തീമാണ്. ഫാരിഷ, എനിക്ക് തോന്നുന്ന ഫാരിഷയ്ക്ക് ഇന്ന് സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്, കുറച്ച് തൊണ്ടയ്ക്ക് കുറച്ച് ചെറുതായിട്ടില്ല. അത് ഓപ്പൺ ത്രോട്ടിൽ പാടാൻ സാധിക്കുന്നില്ല. ചില ചില സ്ഥലങ്ങളിൽ ഒരു സൗണ്ടിനൊരു ഇടർച്ച വന്നിട്ടുണ്ട്, കൺട്രോൾ കിട്ടുന്നില്ല, പിച്ച് പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തായാലും നന്നായിട്ട് പാടുന്ന ഒരാളാണ്, നല്ല വോയിസും ആണ് ഫാരിഷയ്ക്ക്. താങ്ക് യു. അടുത്ത പ്രാവശ്യം എന്തായാലും ശ്രദ്ധിക്കുക, വോയിസ് ഒക്കെ റെസ്റ്റ് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.